നേതാക്കന്മാര്, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഇവിടെ പ്രസംഗിച്ച എല്ലാവരും കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബോധ്യപ്പെടുത്തലില്ലാതെ തന്നെ കേരളം ഒരുപോലെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു MLA സത്യത്തിൽ അദ്ദേഹത്തിനെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വിളിച്ച് SP നേരം വൈകിയതാണ് പ്രകോപനം ഉണ്ടായതെന്നാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾ വായിച്ചപ്പോൾ കരുതിയത്. സത്യത്തിൽ അദ്ദേഹം ആദ്യം അത് പ്രസംഗിച്ച സമയത്ത് SP എന്നെ 15 മിനിറ്റ് സമ്മേളന വേദിയിൽ ഇരുത്തിയത് ജോലി തിരക്ക് കൊണ്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, MLA പാഠം പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിൽ വക വെച്ച് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കരുതിയത് അൻവർ MLAയെ അൻവറിനെ അറിയുന്നവരൊക്കെ കരുതിയത് അൻവറിന്റെ ശൈലിയുടെ ഭാഗമായി ഒരു ദിവസം SP വൈകിയതിന്റെ പ്രകോപനാണെന്നാണ്. ഞങ്ങളുടെ ഒരു സംശയം, രാജ്യത്ത് ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. അൻവർ പറയുന്നു, കഴിഞ്ഞ വർഷങ്ങളായി എന്റെ പ്രൈവറ്റ് സംഘങ്ങൾ പോയി ഷാജൻ സക്കറിയ പൂനെയിലുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂനെയിൽ ഷാജൻ സക്കറിയെ കണ്ട് അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു എന്ന് തുടങ്ങി. അപ്പൊ ഈ സംസ്ഥാനത്തൊരു ഔദ്യോഗിക പോലീസ് ഇന്റലിജൻസ് സംവിധാനമല്ലേ? ഈ MLA നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വഞ്ചിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് മലപ്പുറത്തെ ജില്ലാ പോലീസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിന് MLA വിളിച്ചത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് സത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് പോലീസിനെതിരെ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയെ വെച്ച് ഞാൻ അന്വേഷണം നടത്തിയെന്ന് പറയുന്ന ഒരു MLA തന്നെ, അതും ജില്ലാ ആസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ജനപ്രതിനിധിയെ വിളിച്ചതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുകയാണ്. 30 MLA-മാരെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അൻവർ ഇവിടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ടിരിക്കുകയാണ്. 100 MLA-മാരുടെ പിൻബലത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ 30 MLA-മാർ പോലും മുഖ്യമന്ത്രിയെ കണ്ടില്ലെങ്കിൽ ഇവിടെ നേരത്തെ പ്രസംഗിച്ചതുപോലെ രാജാക്കന്മാരെ പോലും വർഷത്തിൽ 2 തവണ കാണാൻ അവസരം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലെ GCC-യിലെ രാജാക്കന്മാർ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ലോകം മുഴുവനുമുള്ള ആളുകളെ വിശിഷ്ടാതിഥികളായി വരുത്തി കൊട്ടാരത്തിൽ വെച്ച് ഹസ്തദാനം നടത്തുന്നത് കാണാറുണ്ട്. വർഷത്തിൽ 2 തവണ രാജഭരണം നിലനിൽക്കുന്നിടത്ത് രാജാവിനെ കാണാൻ കഴിയുമ്പോഴാണ് 8 വർഷത്തിനിടയിൽ ഇടതുപക്ഷത്തിന്റെ 70 MLA-മാർക്ക് ഈ രാജാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ, ഇടതുപക്ഷം പോലെ ഈ രാജ്യത്ത് കമ്മ്യൂണിസം പറഞ്ഞവന്റെ രാഷ്ട്രീയ അപജയത്തിന്റെ ആഴമാണ് വിളിച്ചു പറയുന്നത്. ഇവിടെ എല്ലാവരും ചോദിക്കുകയുണ്ടായി, സുജിത് ദാസ് SP ആയ സമയം നമ്മുടെ ചോദ്യം ഇതാണ്. ഇവിടെ നേരത്തെ കണക്കൻ ബാബു ഉൾപ്പെടെയുള്ളവർ പറയുണ്ടായി, 40,000-ലേറെ കേസ് ഒരു ജില്ലയിൽ ഉണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ലീവ് എടുത്ത് പോകാൻ ഏതെങ്കിലും ഒരു ദിവസം കഴിയോ? ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ആളുകൾ കലാപവും പ്രശ്നമില്ലാത്ത ദിവസം ഉണ്ടാവോ? ഇന്ത്യയിലെ നക്സലൈറ്റ് ഗ്രാമങ്ങൾക്ക് തുല്യമായ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ലയായി ഈ ജില്ല മാറണമെന്ന് സുജിത് ദാസ് താല്പര്യപ്പെട്ടപ്പോൾ ഞങ്ങൾ കരുതി അത് സുജിത് ദാസിന്റെ മനസ്സിനകത്ത് നിൽക്കുന്ന വർഗീയതയാണെന്ന്. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് രാജ്യദ്രോഹത്തിന് വേണ്ടി പണം ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ അങ്കണെന്ന് വിളിച്ചിരുന്ന സുജിത് ദാസിന് പിണറായിയുടെ പിൻബലത്തോടുകൂടിയാണ് ഈ മലപ്പുറത്ത് അപമാനിച്ചിരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മൂർത്താവിലടിച്ചതാണ്. 112 LSCDയിൽ 2 പഞ്ചായത്തിലാണ് LDF-ന് ലീഡ്. ബാക്കി 110 UDF-ന്റെ കയ്യിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്റെ മൂർത്താവിന്റെ അടിയായിരുന്നെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ അന്ത്യകൂലാശയാണ് മലപ്പുറത്ത് കാണാനിരിക്കുന്നത്. ഇവിടെ പറയണ്ടായി, ധിക്കാരവും അഹങ്കാരവും ദാർഢ്യവും സ്വജനപക്ഷപാതവും മക്കളോട് സ്നേഹമാവാം. പല രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും പറയാറുണ്ട്. മക്കളെ രാഷ്ട്രീയത്തിലെത്തിയ മുഖ്യമന്ത്രിയെ കേട്ടിട്ടുണ്ട്. മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ സാന്ദർഭികമായി സന്ദർഭങ്ങൾ ഉപയോഗിച്ച മുഖ്യമന്ത്രിയെ കേട്ടിട്ടുണ്ട്. പക്ഷേ മക്കൾക്ക് കളവ് നടത്താൻ, മരുമകന് കളവ് നടത്താൻ ലോക ചരിത്രത്തിൽ ഒരു ഭരണാധികാരിയെ തന്റെ അധികാരം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വർത്തമാന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മലപ്പുറത്തിന്റെ പ്രബുദ്ധ ജനത ഇവർ ഈ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയുടെ ഘോഷയാത്ര നടത്തിയവരാണ്. കടകംപള്ളി മന്ത്രിയായപ്പോ പറഞ്ഞു മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയാണ്. വിജയരാഘവൻ മലപ്പുറത്തുകാരനാണ്, ജന്മം കൊണ്ട് മലപ്പുറത്തുകാരനാണ്. വിജയരാഘവൻ പറഞ്ഞു തങ്ങന്മാർ തെക്കോട്ട് പോയാൽ വർഗീയ കലാപം ഉണ്ടാകുന്നു. V.S. അച്യുതാനന്ദൻ സാധാരണ വയസ്സും പ്രായവും ബുദ്ധിമുട്ടും മരിച്ചവരെ കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ല, അതിന് മാന്യത നിലനിർത്തിയെങ്കിൽ പറയട്ടെയോ, മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞു V.S. അച്യുതാനന്ദൻ. പ്രിയപ്പെട്ട CPM-നെ സ്നേഹിക്കുന്ന, അതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മലപ്പുറത്തെ സാധാരണക്കാരോട് ചോദ്യം, നിങ്ങളുടെ നാടിനെ നിരന്തരമായി അവഹേളിക്കുന്ന ഈ ഭരണ നേതൃത്വത്തിന്റെ പിന്നിൽ
എന്തിനാണ്? അൻവർ പറഞ്ഞു ഇനി സഹിക്കാൻ കഴിയില്ല. ഒരു ചോദ്യമുണ്ട്, ഭരിക്കുന്ന പാർട്ടിയുടെ MLA അയാൾ കരുതിയാൽ അയാളല്ലാതെ രണ്ടാമതൊരാൾ ഇനിയും സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്ത വിധം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു MLA, എല്ലാ സ്വാധീനവും നിലനിൽക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയോട് പോരടിക്കുന്നെങ്കിൽ പരസ്യമായി പറഞ്ഞു ഇത് വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ്. ജലീൽ പറയുന്നത് 2-ാം തീയതി ആവട്ടെ എന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ടുപോയി ഗ്രാമങ്ങളും നഗരങ്ങളിലൊക്കെ കൊണ്ടുപോയി ലീഗിനെതിരെ സമ്മേളനങ്ങൾ നടത്തി, മഹാസമ്മേളനം നടത്തിയവര്, ഞങ്ങളിൽ നിന്ന് പോയവർ തിരിച്ചു വന്നവർ മാത്രം മഹാസമ്മേളനം നടത്താൻ പാകത്തിലേക്ക് CPM ഈ ജില്ലയിൽ തകരുകയാണ്. ഒരൊറ്റ CPM-ന്റെ SFI കൂടി വന്ന എത്ര MLA-മാരുണ്ട് മലപ്പുറം ജില്ലയിൽ? നിലമ്പൂരിൽ അൻവർ യൂത്ത് കോൺഗ്രസ് നേതാവ്, താനൂരിൽ അബ്ദുറഹ്മാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, താനൂരിലെ ജലീൽ യൂത്ത് ലീഗിന്റെ നേതാവ്, പൊന്നാനിയിലെ CPM-ന്റെ MLA ഒഴികെ ആരാണ് SFI വഴി വന്ന സഖാവ്? ആരാണ് DYFI വഴി വന്ന സഖാവ്? എന്ന് വെച്ചാൽ സന്ദർഭത്തിനനുസരിച്ച് കിട്ടാവുന്ന വിലക്ക് കമ്മ്യൂണിസത്തിന് മലപ്പുറത്തിന്റെ തെരുവിൽ തൂക്കിവിറ്റ കമ്മ്യൂണിസ്റ്റുകാരാ നിനക്ക് കാലം നൽകുന്ന മറുപടിയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് പരിശോധിച്ച ഇത്ര കിട്ടുമായിരുന്നില്ല. അൻവർ അതിന്റെ ഉള്ളിൽ നിന്ന് അലകും കോലും എടുത്ത് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. കേസെടുക്കുന്നില്ല അൻവറിനെതിരെ. സുജിത്താസിനെതിരെ കാര്യം പറയുമ്പോൾ എന്താ നിങ്ങൾ കേസെടുക്കുന്നില്ല? മാനനഷ്ടത്തിനെതിരെ കേസെടുക്കുന്നില്ല? മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ മാറി മാറി പറയുമ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? EN മോഹൻദാസിനെതിരെ പറയുമ്പോ എന്തുകൊണ്ട് CPM അതിന്റെ പിറകിൽ പോകുന്നില്ല? സത്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കേസെടുത്ത് അൻവറിനെതിരെ നിലപാടെടുക്കേണ്ട നിങ്ങൾ എന്തുകൊണ്ട് ചുരുങ്ങിയ പക്ഷം ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കേസെടുക്കാനുള്ള നിലപാട്? ഈ നാടിൽ ഞങ്ങളുടെ ജനതയെ അപമാനപ്പെടുത്തി അവഹേളനപ്പെടുത്തി നിങ്ങൾപ്പെട്ട അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നുവെങ്കിൽ പ്രബുദ്ധ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ജില്ലയെ നിങ്ങൾ നടത്തുന്ന ഒരു പരിശ്രമവും വിലപ്പോവാതെ തടയാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു വരാനിരിക്കുന്ന സമര പരിപാടികളിലും ഉജ്ജ്വലമായ വികാരത്തോടുകൂടി ജന്മം നൽകിയ നാടിനെ ആര് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചാലും അതിനെതിരെ പോരാട്ടത്തിന് വിശ്രമമില്ലാതെ ഞങ്ങൾ ഈ തെരുവിൽ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരുടെ അഭിവാദ്യങ്ങളും നേർന്നു നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.